ശ്രീവിദ്യ ഉപാസന നിർത്തിയിട്ട് തിരിച്ച് കുലാചാരത്തിലേക്ക് മടങ്ങി വരുന്നൊരു വരക്കമാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീവിദ്യ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടോളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബസ് വരുന്ന അത് ചാടി കയറി എങ്ങോട്ടെങ്കിലും പോകണം. ഈ ലളിതാംബയേക്കാൾ ശക്തി കൂടുതൽ പരദേവതയ്ക്ക് തന്നെ, അതായത് കുടുംബദേവതയ്ക്ക് തന്നെ. അങ്ങനെയല്ല, എന്താണോ പര അത് തന്നെയാണ് ലളിതാംബിക. കുലദേവത ആദ്യം ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ശ്രീം എന്നുള്ള ശബ്ദം വരുന്നില്ല. ശ്രീം എന്നുള്ള ശബ്ദം വരുന്നതിന് പകരം ഇതെന്തോ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മാതിരി ഹിന്ദുക്കൾ കണക്കാക്കിയിരിക്കുക. പക്ഷെ എനിക്ക് ശ്രീവിദ്യ ഉണ്ട്, സുബ്രഹ്മണ്യ ദീക്ഷയുണ്ട്, എനിക്ക് അവിടുന്ന് ദീക്ഷയുണ്ട്, ക്രിയായോഗമുണ്ട്. അതെല്ലാം ഒരു വശത്ത് അവസാനിപ്പിച്ച് പോകും. അവസാനിക്കില്ല, ഇതിങ്ങനെ നിൽക്കും. ഇനി അടുത്ത ജന്മങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ചെയ്തു. ആർക്ക് വേണം? ഇനി പോയിട്ട് കറങ്ങി വരട്ടെ. ചേട്ടാ, ഒരിടയ്ക്ക് വെച്ച് ഏറ്റവും വലിയ ട്രെൻഡായിരുന്നു ശ്രീവിദ്യ ഉപാസന. ഒരുപാട് പേര് ശ്രീവിദ്യ ഉപാസന പഠിക്കാൻ വേണ്ടി പോകുന്നു. പിന്നീട് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ശ്രീവിദ്യ ഉപാസന നിർത്തിയിട്ട് തിരിച്ച് കുലാചാരത്തിലേക്ക് മടങ്ങി വരുന്നൊരു വരക്കമാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ശ്രീവിദ്യ ഉപാസന അത്രയും പരമോന്നതയിൽ എത്തുന്നൊരു സാധനമാണെങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് ഇവർ തിരിച്ച് സ്വന്തം കുലദേവതയിലേക്ക് തന്നെ മടങ്ങി വരുന്നത്? കുലദേവത ആദ്യം ഉപേക്ഷിച്ച് പോയതുകൊണ്ട്. ഒന്നിനെ കളഞ്ഞിട്ടല്ല ഒന്ന് നേടേണ്ടത്. കുലദേവത എന്ന് പറയുന്നതും പരദേവതാ സങ്കല്പവും എല്ലാം നമുക്ക് നമ്മളുടെ മരണം വരെ നമ്മൾ പിന്തുടരേണ്ട ആചരണ പദ്ധതികളാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, കുലാചാരം കുലദേവതയും വിട്ട് കളഞ്ഞിട്ട് ശ്രീവിദ്യ പദ്ധതിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ തമ്മിൽ ലയിപ്പിക്കാൻ പറ്റാതെയായിട്ടുണ്ട്. രണ്ടിനെയും കൂടെ ലയിപ്പിക്കാം. രണ്ടിനെയും കൂടെ ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ച് ഒന്ന് ചെയ്താൽ മറ്റതിന് പൂരകമാകുന്ന രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ പല തറവാടുകളിലും ഉണ്ടായിരുന്ന ഭുവനേശ്വരി പദ്ധതി, ഭുവനേശ്വരി ഉണ്ടായിരുന്ന ആചരണ പദ്ധതികൾ പലതും ശ്രീവിദ്യ പദ്ധതി വന്നതോടുകൂടിയിട്ട് ഇല്ലാണ്ടാവുകയും പിന്നീട് അതിൻ്റെ ദോഷം അവർ അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ട് ഭുവനേശ്വരിയിലേക്ക് തിരികെ വന്ന ഒരു 50 പേരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാനും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എന്നോട് പലരും ഇതുമായി ബന്ധപ്പെട്ട് ഉപദേശം ചോദിക്കാറുണ്ട്. ഞാൻ സത്യത്തിൽ എൻ്റെ പരദേവതയെ തന്നെയാണ് ഞാൻ പരയായിട്ട് കണക്കാക്കി, അല്ലെങ്കിൽ ശ്രീവിദ്യയായിട്ട് തന്നെ കണക്കാക്കിയിരിക്കുന്നത്. എൻ്റെ പരദേവതയെ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് 2 ഭഗവതിയൊന്നുമില്ല. എൻ്റെ ഭഗവതി തന്നെയാണ് ശ്രീവിദ്യ. ആ സങ്കല്പത്തിലാണ് എൻ്റെ ഉപാസനാ പദ്ധതിയല്ല. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഞാൻ കുടിയിരുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്നത് എൻ്റെ പരദേവത തന്നെയാണ്. ആ പരദേവത എനിക്ക് ലളിതാംബിക തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല എന്നെ സംബന്ധിച്ച്. ആ ധാരണ ആദ്യമേ കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു അത് ചെയ്യാനായിട്ട്. അപ്പം പലരും അങ്ങനെയല്ല ചെയ്തത്. പ്രാണപ്രതിഷ്ഠ ചെയ്ത് ലളിതാംബികയെ കൊണ്ടുവന്നു, ശ്രീചക്രം, പിന്നെ നവാവരണ പൂജ തുടങ്ങി. അപ്പോഴേക്കും അവനവൻ്റെ പരദേവത വിട്ടുകളഞ്ഞു. പഴയ ആചാരം ഇതിലേക്ക് ചേർക്കാൻ സാധിക്കാണ്ട് വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് രണ്ട് മോരും മുതിരയും പോലെ രണ്ടായിട്ട് നിൽക്കുന്ന അവസ്ഥ വരികയും ഏതെങ്കിലും ഒന്നിൽ ഉറക്കേണ്ടതായിട്ടുള്ളൊരു മാനസിക പ്രശ്നത്തിലേക്ക് ഒരാൾ പോവുകയും മറ്റത് കുഴപ്പമാവുകയും ചെയ്തു. അങ്ങനെയാണ് പലരും ഈ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ട ഗതികേട് വന്നത്. ഈ ലളിതാംബയേക്കാൾ ശക്തി കൂടുതൽ പരദേവതയ്ക്ക് തന്നെ, അതായത് കുടുംബദേവതയ്ക്ക് തന്നെ. അങ്ങനെയല്ല, എന്താണോ പര അത് തന്നെയാണ് ലളിതാംബിക. പരദേവതാ സങ്കല്പം തന്നെയാണ് ലളിതാംബിക എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവനവൻ എന്തിനെയാണോ പൂജിക്കുന്നത് ആ ദേവത എല്ലാത്തിനും മുകളിലുള്ള പരാശക്തി തന്നെയായിട്ട് മനസ്സിൽ കാണണം, ഭാവന ചെയ്യണം. ഇപ്പം എൻ്റെ ഭുവനേശ്വരി തന്നെയാണ് സാക്ഷാൽ ലളിതാംബിക എന്ന് ഞാൻ വിചാരിച്ചാൽ ആ ഭുവനേശ്വരി ലളിതാംബിക തന്നെയാണ്. അവിടെ ഈ ഭുവനേശ്വരിക്ക് പൂജ കഴിച്ചാൽ മതി. ഞാൻ ലളിതാംബികയായിട്ട് നവാവരണ പൂജ കഴിച്ചാലും ശ്രീചക്രത്തിൽ നവാവരണ പൂജ കഴിച്ചാലും ഇവിടെ ആവും. കുടിയിരിക്കേണ്ടത് അവൻ്റെ പരദേവത തന്നെയാണെന്നുള്ള ബോധം വേണം. അതില്ലാതെ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണ് പലർക്കും പറ്റിയത്. ഇന്നിപ്പം പലയിടത്തും ഇരിക്കുന്ന ശ്രീചക്രങ്ങളൊക്കെ തന്നെയും പലരും ഉപേക്ഷിക്കുക. ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എനിക്ക് എത്രയോ വിളികൾ വന്നറിയപ്പോൾ. ഒന്ന് ചാടി ഇറങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കിയിട്ട് വേണം ഒന്നിലേക്ക് പോകാനായിട്ട്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ സാഹചര്യവശാൽ നമ്മൾ വന്നുപെടുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് വന്നാൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക. അതിന് മുമ്പ് തന്നെ മന്ത്രങ്ങൾ എടുക്കുക, അതിന് പുരസ്കരണം ചെയ്യുകയും. ഇതെന്തോ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മാതിരി ഹിന്ദുക്കൾ കണക്കാക്കിയിരിക്കുക. പക്ഷേ എനിക്ക് ശ്രീവിദ്യ ഉണ്ട്, സുബ്രഹ്മണ്യ ദീക്ഷയുണ്ട്, എനിക്ക് അവിടുന്ന് ദീക്ഷയുണ്ട്, ക്രിയായോഗമുണ്ട്. ചില ആളുകൾ നമ്മളെ ഫോൺ ചെയ്യുന്നത് തന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ടാണ്. അവർക്ക് എന്തൊക്കെ ദീക്ഷകൾ, എന്തൊക്കെ പ്രാക്ടീസ് അവർ ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നു മുഴുവൻ. എന്നിട്ട് അവരുടെ പ്രശ്നം പറയുന്നു. പിന്നെ അവരെ കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ പറ്റുന്നുമില്ല. ഇത്രയും വലിയ സാധനങ്ങൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല. പ്രശ്നം ആയിരിക്കും പലപ്പോഴും. അത് ചെയ്യൂല. ഒന്ന് പിതൃശുദ്ധിയൊന്നുമില്ല. ഇവരുടെ തലമുറകളിൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്തതൊന്നും ഉണ്ടാവില്ല. ഈ പിതൃക്കളൊക്കെ പ്രേതാവസ്ഥയിൽ തുടരുകയാണ്. അതൊക്കെ ചെയ്യാതെ ജപിക്കുകയും അനുഷ്ഠാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി കുറേ പോകും. പിന്നെ തർപ്പണങ്ങളൊന്നും ഉണ്ടാവില്ല. പിതൃതർപ്പണങ്ങളോ
അല്ലെങ്കിൽ ദേവതാ തർപ്പണങ്ങളോ നമ്മൾ നിത്യവും ചെയ്യുന്ന സന്ധ്യാവന്തന പദ്ധതികളോ ഒന്നും കാണില്ല. അതിന് മുന്നേ തന്നെ അനുഷ്ഠാനത്തിലേക്ക് കടക്കുവാണ്. അതായത് ആളുകൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു ഒറ്റ അടിക്ക് അങ്ങ് മാറാം എന്ന് കരുതിയ അങ്ങനെ ഇല്ല. അടിസ്ഥാനപരമായി എല്ലാം ചെയ്തു പോയാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. എല്ലാത്തിനും മുമ്പ് ആദ്യം വേണ്ടത് ആസനസിദ്ധിയാണ്. ഒരു സ്ഥലത്ത് മണിക്കൂറുകളോളം 3-4 മണിക്കൂറോ ഇരുന്നാലും കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റണം ഏതെങ്കിലും ഒരു ആസനത്തിൽ. അതാണ് ആസനസിദ്ധി എന്ന് പറയുന്നത്. ആസനം സിദ്ധിയാവാതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അത് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടതാണ് അക്ഷരശുദ്ധി, അക്ഷരത്തിൽ സിദ്ധി. അക്ഷരങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിക്കാനായിട്ടും ഉച്ചാരണം ശരിയാക്കാനും പറ്റണം. ഉച്ചാരണം ശരിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഈ 2 കാര്യങ്ങൾ ചെയ്യാതെയാണ് ആളുകൾ നേരെ ചാടി ഇറങ്ങുന്നത്. ഇപ്പം ഒരുപാട് ഗുരുക്കന്മാർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയായിരിക്കും. പക്ഷേ എല്ലാവരും ഈ ആസനസിദ്ധിക്കുള്ള പരിപാടിയും അതുപോലെ തന്നെ അക്ഷരശുദ്ധിക്കുള്ള പരിപാടിയും ചെയ്യാതെ മന്ത്രദീക്ഷ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരെ ചൊവ്വാനൊന്നും എന്താ പറയുക, ചൊല്ലാനൊന്നും അറിയാൻ പറ്റാതെ, മര്യാദയ്ക്ക് മന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അറിയാതെ, അക്ഷരങ്ങളൊക്കെ തെറ്റിച്ച്, ഇപ്പം ശ്രീം ഉപയോഗിക്കുന്ന ശ്രീം ആണ് അതിനുപയോഗിക്കുന്നത് ശ്രീം എന്നാണ്. ശ്രീമാത, ശ്രീമഹാരാജ്ഞി, ശ്രീമൽ സിംഹ. ശ്രീ എന്ന് പറഞ്ഞാൽ സായ്ക്ക് വള്ളി ഇത് വരണം, ഷായ്ക്കാണ്. അപ്പോൾ ശ്രീം എന്ന് ഉച്ചരിക്കാവോ? ശ്രീം എന്നുള്ള ശബ്ദം വരുന്നില്ല. ശ്രീം എന്നുള്ള ശബ്ദം വരുന്നതിന് പകരം ശ്രീം എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ മുതലേ കിടക്കുകയാണ് പ്രശ്നങ്ങൾ. ഇതൊക്കെ ചെയ്യാതെ വന്നിട്ട് പരദേവതാനുഷ്ഠാനവും ചെയ്യാതെ വന്നാൽ, പിതൃക്കൾക്ക് ബലിയിടാതെ വന്നാൽ, ഇതെന്തോ കിട്ടിയതോടുകൂടി ഞാനെന്തോ ഭയങ്കര പരമപ്രാധാന്യമുള്ള എന്തോ സാധനത്തിലേക്ക് എത്തിയെന്നും പരമപദത്തിലേക്ക് ഇനി 2 കിലോമീറ്റർ ഉള്ളെന്നും കരുതിയിട്ടാണ് ആൾക്കാർ ഓട്ടം തുടങ്ങുന്നത്. ഇതൊരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. അതുപോലെ മഹാഷോഡശിക്ക് മന്ത്രോപദേശം കിട്ടി, അല്ലെങ്കിൽ ശ്രീവിദ്യ പൂർണ്ണദീക്ഷയായി കഴിഞ്ഞു എന്ന് വയ്ക്കുക. ഈ മഹാഷോഡശി 10-32 ലക്ഷം ജപിക്കണം മന്ത്രം കൊടുക്കുന്നതിന് മുന്നേ. അല്ലാതെ ഇത് കൊടുത്തു എന്ന് ദീക്ഷ ഇപ്പോൾ ഒരു 23-24 വയസ്സിലെ ദീക്ഷ, 27 വയസ്സിൽ ദീക്ഷ കിട്ടിയെന്ന് വയ്ക്കുക. നമുക്ക് ദീക്ഷ കൊടുക്കാറാണെങ്കിൽ കുറഞ്ഞത് ഒരു 35 വയസ്സെങ്കിലും ആകും. 26 വയസ്സിലാണ് എനിക്ക് പൂർണ്ണദീക്ഷ വന്നത്. 26 വയസ്സിൽ. ഈ 34-35 വയസ്സ് 38 വയസ്സ് കഴിഞ്ഞിട്ടാണ് കൊടുത്തു തുടങ്ങിയത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരുവിധം കൊള്ളാവുന്ന ആൾക്കാരെല്ലാം അങ്ങനെ. അതല്ലാതെ ഇന്നലെ മന്ത്രം കിട്ടി ഇന്നും ഒരു കൊടുത്തു തുടങ്ങി. ആലോചിച്ച് നോക്കി, ഇത്രയും കാലം ജപിക്കണ്ടേ? ഇത് ജപിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ രസമാണിത്. ഇത് ജപിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കുഴലിനകത്തൂടെ ഒന്ന് വെളിയിൽ ചാടിയ പോലത്തെ അവസ്ഥ വരും. ഒന്നുമില്ല. നമ്മൾ ഈ ശക്തിയെല്ലാം ഉണ്ടായിരുന്നു, ഈ ലോകത്ത് നമ്മൾ റെലവൻ്റേ അല്ല എന്നുള്ള ബോധ്യം വരും. നിങ്ങളില്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ തന്നെ പോവും. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഇത് ലോകം ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളൊരു റെലവൻ്റേ അല്ലെന്ന്, നമ്മളൊന്നും അല്ലെന്ന്, ഈ വെറും പൂജ്യം, വട്ടപൂജ എന്നുള്ള ബോധ്യം വരുന്നിടത്തു നിന്നാണ് വിദ്യ തുടങ്ങേണ്ടത്. ആ ബോധ്യം വരില്ല. അതിനു മുന്നേ തന്നെ ആൾക്കാർ അവരവരെ കുറച്ച് ബഹുമാനിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഞാനെന്തോ വലിയ ആളായി. പിന്നെ സിംഹാസനത്തിലേ ഇരിക്കുകയുള്ളൂ. അത് കാല് അടി വയ്ക്കാനായിട്ട് കാല് ചവിട്ടാനുള്ള രത്നപീഠവും വയ്ക്കും. വരുന്നവർ തൊട്ട് തൊഴുതോളം പറയും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മളൊട്ടും റെലവൻ്റ് അല്ല എന്നാണ് വിദ്യ ബോധ്യപ്പെടുത്തേണ്ടത്. ആ ബോധ്യം പലർക്കും ഉണ്ടാകുന്നില്ല. ആ ബോധ്യം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ വിദ്യ കൊടുത്തു തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം. മുൻപേ ഗമിക്കുന്ന ഗോവുതൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളല്ല. മുമ്പേ പോകുന്ന കുഴി ചാടിയാൽ പുറകെ പോകുന്നവനെല്ലാം കുഴി ചാടും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഷിഫ്റ്റ് ഉണ്ടായി. പിന്നെ അല്ലാണ്ട് എന്താ, ഇതിൽ നിന്നൊന്നും സമാധാനം കിട്ടുന്നില്ല. ഇത് പോരാണ്ട് വരുന്നു. അല്ല, ആലോചിച്ച് നോക്കി. ശ്രീവിദ്യ ദീക്ഷ കിട്ടി, ജപമൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ വേറൊരു പദ്ധതി പോവോ? ഇല്ല. വേറെ പദ്ധതി പോവും. അത് പറ്റാണ്ട് വരും. അടുത്ത പദ്ധതി പിടിക്കും. ഇങ്ങനെ വരുന്നത് മുഴുവൻ കുറച്ച് നാൾ ഇത് ചെയ്യും. അത് കഴിയുമ്പോൾ ക്രിയായോഗം മതി എന്ന് തോന്നും. ക്രിയായോഗം പോവും. അത് കഴിയുമ്പോൾ തോന്നും സുദർശനക്രിയ നല്ലതെന്ന് അങ്ങോട്ട് പോകും. ഈ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എന്ത് ചെയ്യും? അതെല്ലാം ഒരു വശത്ത് അവസാനിപ്പിച്ച് പോകും. അവസാനിക്കില്ല, ഇതിങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
ഈ ദുരിതം ഉണ്ടാക്കുന്ന പണികളൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ അവസാനം ഓടാൻ മേലാത്ത അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ ഭദ്രകാളി, രക്തേശ്വരി, ഭുവനേശ്വരി, നിങ്ങളുടെ ദുർഗ, നിങ്ങളുടെ ജലദുർഗ, വനദുർഗ, ഇത് തന്നെയാണ് ശ്രീവിദ്യ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാം പര തന്നെയാണ്. ഇത് പരയിലേ പോയി നിൽക്കൂ, വേറെ എവിടെയും പോയി ഇത് അവസാനിക്കില്ല. എല്ലാം പര തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവതി തന്നെയാണെന്ന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ ഭേദവ്യത്യാസം ഇല്ലാതെ നിങ്ങൾക്ക് ഉപാസിക്കാൻ പറ്റും. അതില്ലാതെ ഇത് ചെയ്യുന്നതേ, അത് വരുന്നില്ല. അത് വരണമെങ്കിൽ കുറച്ച് കാലം അനുഷ്ഠാനം ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഈ കുഴലിൽ നിന്ന് വെളിയിൽ ചാടിയ പോലത്തെ ഒരു അനുഭവം വരണം എന്നുണ്ടെങ്കിൽ അത് പോകണം അതിനകത്തൂടെ. അപ്പം നമുക്ക് തോന്നും എന്തോ വലിയ സംഭവം നമ്മളെന്ന് തോന്നും. ആദ്യകാലത്ത് ഒന്നുമില്ലെന്ന് ഇതിന് പുറത്ത് ഇത്രേ ഉള്ളൂ. സങ്കീർണാംബിക എന്നല്ലല്ലോ പേര്, ലളിതാംബിക എന്നല്ലേ? അതെ. അപ്പോൾ ലാളിത്യം ഉണ്ടാവുന്നുണ്ടോ? പക്ഷെ ഇന്ന് ഇതിനകത്ത് മറ്റൊരു നിങ്ങൾ ജനിച്ച കാലത്ത് നിങ്ങൾക്കൊരു നൈർമല്യം ഇല്ലായിരുന്നു? ഒരു വയസ്സിലൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇല്ലേ? അതിലേക്ക് തിരിച്ചു പോകണം. അതാ വേണ്ടത്. അതാണ് സാക്ഷാൽ ശ്രീവിദ്യ. പറ്റുമോ? ഇല്ല. അതിലേക്ക് എത്താനായി അനുഷ്ഠാനം ചെയ്യാൻ പറയുന്നത്. അല്ലാണ്ട് കോടിക്കണക്കിന് ശിഷ്യന്മാരെ ഉണ്ടാക്കിയിട്ട് മന്ത്രദീക്ഷ കൊടുക്കാനല്ല. നിങ്ങൾ സ്വയം മാറാനായിട്ടാണ് ദീക്ഷ നിങ്ങൾക്ക് കിട്ടിയത്. അതിന് പകരം എന്ന് പറഞ്ഞാൽ നിങ്ങളും മാറിയിട്ടില്ല, നിങ്ങൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുക്കണമെന്നും കുഴപ്പമില്ല, കൊടുത്തോളൂ. നിങ്ങൾ പോവൂ. നിങ്ങൾ പോവില്ല, ശിഷ്യന്മാർ പോവും. നിങ്ങളവിടെ തന്നെ നിൽക്കും. അതാ ഞാൻ പറഞ്ഞേ, ഉള്ളിൽ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളും മറ്റുള്ളവർ ബഹുമാനിക്കുന്നതുമായിട്ടുള്ള അതല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം അവനവൻ്റെ കയ്യിൽ ഉള്ളിലുണ്ടോ എന്ന് ഉള്ളിൽ തട്ടി ആലോചിക്കണം. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഈ സംഗതികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും സാധന ചെയ്യണം. അതാണ് അവനവന് ഉത്കർഷം ഉണ്ടാവണമെങ്കിൽ വേണ്ടത്. ബാക്കി നിങ്ങൾ ഇനിയും കർമ്മങ്ങളിലും പ്രാരാബ്ദങ്ങളിലും മുഴുകാനായിട്ടും ഇനി അടുത്ത ജന്മങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ചെയ്തു. ആർക്ക് വേണം? ഇനിയും പോയിട്ട് കറങ്ങി വരട്ടെ. ഒരു കാലത്തുണ്ടാവും. എത്ര നമ്മളിത് പറഞ്ഞാലും ഇത് ആളുകൾക്ക് ഇപ്പം എന്നെ തെറി പറയാനും ചീത്ത പറയാനും ആളുണ്ടാവും. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല. ഇപ്പം മന്ത്രദീക്ഷ കൊടുത്തു തുടങ്ങിയ സമയത്ത് പഞ്ചാക്ഷരി കിട്ടി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ഇനി മതി എനിക്ക്, എടോ അതിന് ബാക്കി ഇനി നവാക്ഷരിയും പഞ്ചദശി അതൊന്നും വേണ്ട, എനിക്കിത് മതി, ഞാൻ ഇതുകൊണ്ട് നിറഞ്ഞു എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു നമുക്ക്. ഞാൻ അയാൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് ഷോഡശിയൊക്കെ. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. കൊടുത്ത് ഒഴിവാക്കി വിടത്തെ. എൻ്റെ ഭാരത് ഇത് കൊടുത്തു വിട്ടതോടുകൂടി എൻ്റെ പണി, ഞാൻ എൻ്റെ പണി ചെയ്യട്ടെ, നീ അവരവരുടെ ജോലിയും ചെയ്യട്ടെ. അല്ലാതെ എല്ലാ ദിവസവും ഗുരുവിനെ വഴി വെച്ച് കാണുമ്പോഴും മാർക്കറ്റിൽ കാണുമ്പോഴും റേഷൻ കടയിൽ കാണുമ്പോഴും ഗുരുവിൻ്റെ കാലേ വീണ് തൊഴാനല്ല നോക്കേണ്ടത്. അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുത്. ആചാര്യന്മാർ അങ്ങനെയും ചെയ്യിപ്പിക്കരുത്. അതൊക്കെ അവിടുത്തെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും സവിധത്തിലും മാത്രമേ പാടുള്ളൂ ആചാരപരമായ കാര്യങ്ങൾ. അല്ലാത്തടത്ത് നമ്മൾ അയാളൊരു മനുഷ്യജീവി, ഞാനും ഒരു മനുഷ്യജീവി. ഞാൻ എൻ്റെ കർമ്മങ്ങളിൽ പ്രാരാബ്ദങ്ങളിലും മുഴുകി ഞാൻ നടക്കുന്നു, അയാളുടെ കാര്യങ്ങളുമായിട്ട് അയാൾ നടക്കുന്നു. എവിടെയെങ്കിലും അയാൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ നൈർമല്യത്തോടെ ഇരുന്നാലേ പറ്റത്തുള്ളൂ. നമ്മൾ 1000 പ്രശ്നങ്ങളിൽ മുഴുകി നിൽക്കുമ്പോഴും നമുക്ക് ആ ഉള്ളിൽ പ്രശ്നങ്ങൾ ബാധിക്കാതെ ഉള്ളിൽ നമ്മൾ തണുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരാളെ പ്രശ്നം കേൾക്കാൻ പോലും പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ രാവിലെ 6-5 മണി മുതലൊക്കെ ഈ ദർശനം കൊടുക്കുന്ന മാതാമൃതണ്ഡമയി അമ്മ എത്ര പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ സാധിക്കും? എത്ര സമയം ഇരിക്കാനായിട്ട് ഉള്ളിലേക്കൊന്നും എടുക്കാതിരുന്നാലേ അത് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നോക്കൂ, ഫുൾ ടൈം ആക്റ്റീവായിട്ട് അവർ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു പ്രശ്നവും അവർക്കില്ല. ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല അല്ലേ? ആ നൈർമല്യം നിങ്ങൾ ജനിച്ച കാലത്തുണ്ടായിരുന്ന ആ നിർമ്മലത നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരികെ അതിലേക്ക് പോകാൻ വേണ്ടി ഈ അനുഷ്ഠാനം മുഴുവൻ ചെയ്യുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ പെടുന്ന അത് അന്ന് കളഞ്ഞതാണ്. അതിനി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുമാതിരി ഭഗീരഥ പ്രയത്നം നടത്തിയാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് വരാണ്ട് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ്, ഉള്ളിലെ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം കൂടെ ആകെ പുകയാവും. ഇത് ഉപേക്ഷിക്കാനും വയ്യ, അത് എടുക്കാനും വയ്യ, അത് ഉപേക്ഷിക്കാനും വയ്യ, ഇതെടുക്കാനും വയ്യ. മാനസികമായ സംഘർഷത്തിലേക്ക് പോകും. അതുകൊണ്ട് ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പരദേവതാനുഷ്ഠാനത്തെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ വെവ്വേറെയായിട്ട് നിർത്താൻ സാധിക്കണം, അല്ലെങ്കിൽ ഇതിനെ തമ്മിൽ യോജിപ്പിക്കാൻ സാധിക്കണം. അത് രണ്ടും ചെയ്യാതെ ഒന്ന് വിട്ടിട്ട് മറ്റതിലേക്ക് പോകരുത്. ഒന്നും വിട്ടിട്ടല്ല ഒന്ന് തുടങ്ങേണ്ടത്, ഒന്നും കളഞ്ഞിട്ടല്ല ഒന്ന് നേടേണ്ടത്. എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ
ഈ സാക്രിഫൈസ് എന്ന് പറയുന്ന സാധനം ഒരു സാധകർക്കും ഇപ്പം ഇന്നത്തെ കാലത്ത് പൊതുവെ കാണുന്നില്ല. നമ്മൾ നമ്മൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ല ഒരു വിഷയത്തിലും. അതെ, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊരു പരസ്പരം കാണാൻ മേല. അങ്ങോട്ട് ഈ യഥാർത്ഥത്തിൽ ഈ ഗുരുക്കന്മാർക്കാണ് ഇന്നൊരു ഈഗോ വിഷയം ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവിടുന്നു. എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഗുരുനാഥ ശ്രീവിദ്യാന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബസ് വരുന്ന അതേ ചാടി കയറി എങ്ങോട്ടെങ്കിലും പോക്കണം, അവിടെ നിൽക്കുകയേ ചെയ്തത്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോണം. കാരണം ഇത് ഫുൾ ഈഗോയുടെ നമുക്ക് സ്വയം ഈഗോ ഉണ്ട്. പക്ഷേ ആ ഈഗോ ഉണ്ടെന്ന് ഞാനിത് മാറ്റാൻ വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നതെന്ന് നമുക്ക് ഓരോ ദിവസവും അറിയാം. എൻ്റെ പ്രശ്നമുണ്ടെന്നും എനിക്ക് ഞാനും മായാമുക്തനല്ലെന്നും മായായുക്തനാണ് ഞാനെന്നും, പക്ഷെ ഞാൻ ഇതിൽ നിന്ന് പണിയെടുത്ത് എങ്ങനെയെങ്കിലും ഈ മായയെ ആശ്രയിച്ച് വെളിയിൽ വരുമെന്നും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. പക്ഷേ അതുപോലും ചിന്തിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇതിനകത്ത്. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പല ആൾക്കാരെയും കണ്ടിട്ട്. നമുക്കൊന്നും പറയാൻ നിവൃത്തിയില്ല, ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അവരുടെ അവസ്ഥ കണ്ടിട്ട്. കാരണം അവരിതിനകത്ത് മുഴുകി പെട്ടുപോയി. ഇനി ഊരിയെടുക്കണമെങ്കിൽ അവർ സ്വയം പ്രയത്നിക്കണം, അവരെ ആർക്കും ഊരാൻ പറ്റില്ല. കാരണം ഗുരു ആ സമയത്തേക്ക് സമാധിയായിട്ടുണ്ടാവും ചിലപ്പോൾ. ഇനി ഗുരു വന്ന് എപ്പോഴാണ് ഇത് ഇനി ഊരിയെടുക്കുന്നത്? അപ്പോൾ അടുത്ത ജന്മം ഉണ്ടാവുകയും ശിഷ്യൻ വീണ്ടും ജനിക്കുകയും അവനെ ഊരാനായിട്ട് ഗുരു വീണ്ടും ജനിക്കുകയും വേണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഈഗോയാണ് എല്ലാത്തിൻ്റെയും പരമപ്രധാനം എന്ന് പറയുന്നത്. ഈഗോയെ മാറ്റാൻ സാധിക്കുന്ന, ഈഗോ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരുത്തൻ വലിയ സംഭവമാണ്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനെ കണ്ടിട്ടേയില്ല. എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ഒരു ഈഗോയും ഇല്ല, ഒന്നുമില്ല, അയാൾക്ക് ഈഗോ ഇല്ല. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ താൻ ഈ മന്ത്രമൊക്കെ ജപിക്കുന്നില്ലേ, താൻ എനിക്ക് ഒരു 3-4 മന്ത്രങ്ങൾ പറഞ്ഞു തരണം, ഞാനും ജപിച്ച് രക്ഷപ്പെടട്ടെ. ഞാൻ അവന് മുമ്പ് തൊഴുത് കാണിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൂട്ടുകാരാ, നീ ഇപ്പം നിൽക്കുന്ന തലമെന്ന് പറയുന്നത് എവിടെയോ ആണ്, എനിക്കവിടെ എത്താൻ പോലും പറ്റുന്നില്ല. ഞാൻ നിന്നെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നിന്നെ താഴോട്ടിറക്കാണ്. ഒരാവശ്യമില്ലാത്ത പരിപാടിയാണ്. നീ ഇപ്പം നിൽക്കുന്നതാണ് ശരിയായ തലം. ആ തലത്തിലേക്ക് അവിടെയെങ്കിലും മിനിമം എത്തണേന്ന് പറഞ്ഞ് ഞാൻ ഓരോ ദിവസവും പണിയെടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നീ അവിടെ നിൽക്കും, ഞാൻ നിന്നെ വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. നീ എന്നോട് വന്ന് ഈ മന്ത്രമൊന്നും ചോദിച്ചു വെറുതെ അപകടത്തിലാവരുത്, നീ ചെയ്യുന്നത് തന്നെ ചെയ്താൽ മതി. പിന്നെ ആര് വന്ന് പറഞ്ഞാലും നിൻ്റെ ഇപ്പം നീ നിൽക്കുന്ന നിൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി കളയാനും പാടില്ല. അങ്ങനെ അത് പോയാൽ പോയി, എല്ലാം പോയി, പിന്നെ ഇത് തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ശിശുതുല്യമായ ഈ അവസ്ഥ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു ആനന്ദമൊക്കെ ഉണ്ടാവുന്നില്ലേ? ഈ ആനന്ദം ഒരു സാധകനെ കാണുമ്പോൾ വരണം. അല്ലാതെ ഒരു സാധകനെ കാണുമ്പോൾ പേടിയും അങ്കലാപ്പും ഭീകരതയൊന്നും അല്ല വരേണ്ടത്. നമുക്ക് വാത്സല്യം, സ്നേഹം, അവരുടെ സമീപത്തിരിക്കുമ്പോൾ നമുക്ക് ആനന്ദം. എന്തെങ്കിലും പറഞ്ഞാലും അതിനെ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. 2 ചീത്ത വിളിച്ചാലും ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നതൊക്കെ. അപ്പം അവരുടെ മുമ്പിൽ നമ്മൾ ചിരിക്കും, നമ്മളെ തന്നെ ട്രോളും പല പ്രാവശ്യം, എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യും. പക്ഷേ ആ ഗുരുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാണ് പറയുന്നത്. കാരണം നമ്മുടെ ഈഗോ അവിടെ കുറഞ്ഞു വരികയാണ്. നമുക്ക് ഈഗോ നിൽക്കുമ്പോഴല്ലേ നീ എന്തോടായി തൊട്ടിരിക്കുന്നത്, ചന്ദനപാത്രത്തിൽ തലയും കുത്തി വീണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈഗോ ഉണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് എനിക്ക് അല്ലേ? അതേസമയത്ത് നമുക്കൂടെ ചിരിക്കാൻ പറ്റണമെങ്കിലോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഉള്ളൂ ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇതിനു വേണ്ടി ശ്രമിക്കുക. ഈഗോ ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് അവനവൻ്റെ ഞാനില്ല എന്നുള്ള അവസ്ഥയാണ് ശരിയായ അവസ്ഥ. പ്രപഞ്ചം മുഴുവൻ ഒന്നാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഞാനില്ല, ഞാനുണ്ടോ? പിന്നെ ഇല്ല. നമ്മൾ ഈ പഞ്ചസാരത്തരി കടലിൽ വീണ പോലെ എവിടെയോ ലയിച്ചു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ പുണ്യമാണ്. അതാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറൊരാൾ അംഗീകരിക്കാനും പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല, എൻ്റെ പദ്ധതി, എൻ്റെ ഗുരു, എൻ്റെ മന്ത്രം, എൻ്റെ സമ്പ്രദായം, എൻ്റെ രീതി, ഇത് മാത്രം. മറ്റുള്ളത് അതുകൊണ്ട് നമ്മൾ തമാശയായിട്ട് കളിയാക്കിയൊക്കെ പറയാറ്, നിങ്ങൾ വക്ക് പൊട്ടിയത് മോക്ഷം മതി, എനിക്ക് മൂല ഇളങ്ങിയത് മതി, 3rd ക്വാളിറ്റി മതി, എല്ലാവരും തിരിഞ്ഞിട്ടിട്ട് പോകുന്ന മോക്ഷം തന്നാൽ മതി, ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം യോഗ്യന്മാർ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ചിരിക്കും ആളുകൾ. സമൂഹം ഇത് കണ്ട് ചിരിക്കുകയാണ്. അതെ, ഇവരെ വിചാരം ഇവരാണ്ട് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സമൂഹം മുഴുവൻ ചിരിക്കുകയാണ് ഈ പൊട്ടത്തരം കണ്ടിട്ട്. അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണേ അവിടുന്ന് വിട്ട് മാറിയെന്ന് ആലോചിക്കണം. മനസ്സിലായോ?